വേറെ സ്വാദല്ലേ. നമ്മൾ ഒരു പറഞ്ഞായിരുന്നു ഇതിന്റെ 5000 കിലോമീറ്റർ ആയി. അതെ, ആദ്യത്തെ സർവീസിന്റെ നമ്മള് വീഡിയോ ചെയ്തായിരുന്നു. ബാക്കിയുള്ള എന്താണ് അനുഭവങ്ങളെ കുറിച്ച് നമ്മള് സർവീസിന് ശേഷം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മള് പ്രശ്നങ്ങളൊന്നും വണ്ടിയില് വന്നിട്ടില്ല. അപ്പൊ ഇപ്പം 6000 കിലോമീറ്റർ കഴിഞ്ഞു. ഏകദേശം 5600 അടുപ്പിച്ച വണ്ടിയാണ് സർവീസ് ഉണ്ടാക്കുന്നത്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പനിയൊക്കെ പിടിച്ച് വീട്ടിൽ കിടപ്പായതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഈ ഒരു പ്രശ്നം. ഇപ്പൊ ഏകദേശം 6100 കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട് വണ്ടി. നമുക്ക് സർവീസിന് പോയപ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പിന്നെ വണ്ടി അത്യാവശ്യം നല്ലതുപോലെ സർവീസ് ഞാൻ രാവിലെ ഒരു 9:30 കഴിഞ്ഞപ്പോ എത്തി. ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി എത്തി. നാലാമത്തെ വണ്ടിയായിരുന്നു. ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതല്ലാതെ അവിടെ ചെല്ലുന്ന അനുസരിച്ച് സീനിയോറിറ്റി നോക്കി. അതെ, ബുക്കിംഗ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ സീനിയോറിറ്റി അനുസരിച്ചോടെ നോക്കും. അപ്പൊ വേറെ ഇതില് വ്യത്യാസം എനിക്കിപ്പോ ജസ്റ്റ് എടുത്തപ്പോഴത്തേക്കും കുറച്ച് സ്മൂത്ത് പോലെ ഫീൽ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടൊന്നും അവർ ഒന്നും ചെയ്യില്ല. ഒരിക്കലും ചെയ്തിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, എന്റെ വണ്ടി കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോ നമുക്കത് മനസ്സിലാവാത്തതായിരിക്കും. മെക്കാനിക്കൽ വണ്ടിയൊക്കെ നമ്മൾ സർവീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു പുതിയ വണ്ടി പോലത്തെ ഒരു ഫീല് നമുക്ക് ഇതിന് അങ്ങനെയൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. കാരണം പിന്നെ ഇതിപ്പോ പറയാനായിട്ടുള്ളത് ഫുള്ള് വാഷ് ചെയ്തായിരുന്നു. അതെ, ഈ ബോഡി പാർട്സിലൊക്കെ കളർ വരാനായിട്ട് വാക്സ് പോലത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. എന്തായാലും അത് മൊത്തത്തില് വണ്ടിയിലിട്ട് പറഞ്ഞാൽ ബ്രേക്ക് പാഡിൽ ഉൾപ്പെടെ അതുണ്ടായിരുന്നു. ഇവര് ബോഡി പാർട്സ് ഒക്കെ കറുപ്പിക്കാനായിട്ടുള്ള ഒരു കെമിക്കൽ പോലത്തെ സംഭവം അത് ഈ ഡിസ്കിലും കൂടെ അവരത് അപ്ലൈ ചെയ്തു. അങ്ങനെ ഏകദേശം എനിക്കൊരു 8-10 കിലോമീറ്ററോളം ബ്രേക്ക് കുറവായിരുന്ന ഒരു സിറ്റുവേഷൻ റിസ്ക് ആണ്. എന്നാൽ ഓൾ ഓവർ നന്നായിരുന്നു. വണ്ടി നല്ലതുപോലെ വാഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കി. പിന്നെ ബെൽറ്റിന്റെ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി. കാണായിരുന്നു. അതെല്ലാം അടിപൊളിയായിരുന്നു. ബാക്കി ഓൾ ഓവർ പറഞ്ഞാൽ മൊത്തത്തിലൊരു സർവീസിന്റെ ഭാഗത്തായിട്ടുള്ള പണികളെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കി അവര് വാഷിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ള മറ്റ് പ്രശ്നങ്ങളായിട്ട് വണ്ടിക്ക് നിലവിലില്ലായിരുന്നു. ചെന്നപ്പോഴേ ചോദിച്ചു മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അവരെടുത്ത് ചോദിച്ചു. നമ്മുടെ വണ്ടിക്ക് നിലവിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ മറ്റു പ്രശ്നങ്ങളോ സൗണ്ടോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും പാർട്സ് ഒന്നും റീപ്ലേസ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. 10,000 കിലോമീറ്റർ സർവീസ് ഉണ്ടല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യും എന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ് ചെയ്യുന്ന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾ ഓവർ നോക്കിയാൽ അതൊരു പോസിറ്റീവ് ആയിരുന്നു. ഇത്രേ ഉള്ളൂ. ഇതില് മറ്റു അധികമായിട്ട് പറയാനൊന്നുമില്ല. മറ്റൊരു ഡീസൽ വണ്ടി പെട്രോൾ വണ്ടി ആയിരുന്നെങ്കിൽ പറയാം അവര് ഓയിൽ മാറുമെന്ന് പറഞ്ഞിട്ട് മാറിയില്ല, അല്ലെങ്കിൽ ഫിൽറ്റർ മാറുമെന്ന് പറഞ്ഞിട്ട് മാറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ ഏകദേശം എല്ലാ സർവീസിലും ക്യാമറ ഉണ്ട്. മഴയിലായിരുന്നല്ലേ പോയത്, ഞാനത് കരമനയാണ് പോയത്. അപ്പൊ അവിടെ അത്യാവശ്യം എല്ലാവരും അഡ്വൈസർമാരും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്. അപ്പൊ അതെ, ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. സർവീസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പോസിറ്റീവ് റിവ്യൂ മാത്രമേ കൊടുക്കാനുള്ളൂ. വണ്ടിയെ സംബന്ധിച്ച് ബാക്കി ചെയ്ത വർക്ക്, വാഷിങ്, ബാക്കി ക്ലീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങള്. അടുത്ത സർവീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോ നമ്മള് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, പിന്നെ പുതിയ 2025 പുതിയ വർഷം വന്നിട്ടുണ്ടെന്ന് 130 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. അത് അറിയത്തില്ല. 130 കിലോമീറ്റർ റേഞ്ച് പറയുന്ന ഒരു വണ്ടി വന്നിട്ടുണ്ട്. എക്കോ മോഡലാണ്. എക്കോയിലാണ് പറയുന്നത്. അപ്പം അത് നോക്കട്ടെ, വണ്ടി കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു റിവ്യൂ കൂടെ നമുക്ക് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.